ഹേ ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഓർമ്മ. ഇത് എന്നായിരുന്നു ഒരു 26 എന്തോ എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ലൊക്കേഷനൊക്കെ ഇതിലുണ്ട്, ഞാൻ ഷോപ്പിൻ്റെ നെയിം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഈ അടുത്ത് കഴിച്ചത് വെച്ച് ഭയങ്കര രസമുള്ളൊരു ബിരിയാണി ആയിരുന്നു. അവർ തന്ന കോംപ്ലിമെൻ്ററി പായസമായാലും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ പോണത് കുറേ വർഷങ്ങൾ, ഒരു എന്താ പറയുക 10-20 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നൊരു സ്ഥലമാണ് ഈ ഒരു ഹിൽ പാലസ് മ്യൂസിയം ഇൻ തൃപ്പൂണിത്തുറ. ഞാൻ എൻ്റെ ഒരു LKG എന്തോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു ഹിൽ പാലസിൽ പോണത്. അത് എന്തിനാന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് ഈ നമ്മൾ പിക്നിക്കൊക്കെ പോവില്ലേ, LKG പഠിക്കുമ്പോൾ പിക്നിക്കൊക്കെ പോവില്ലേ, അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയതാണ് ഈ ഒരു ഹിൽ പാലസിൽ. അപ്പോൾ അന്ന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായില്ല. പക്ഷേ ഇപ്പം ഈ പറയുന്നോട്ട് എൻ്റെ ഫേവറേറ്റ് സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ലൊക്കേഷനിലൊന്ന് പോകണമെന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അന്ന് നമുക്കറിയില്ലല്ലോ ഈ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തേ അങ്ങനെയൊന്നും. അപ്പോൾ ഫൈനലി നമ്മളവിടെ ചെന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് എന്തായാലും എന്നെ ഇവിടെ കൊണ്ടുപോകണം. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയപ്പോൾ 2 പ്രാവശ്യം പോയപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ എനിക്ക് എന്തൊക്കെയോ ഇവിടെ അടുത്താണെങ്കിൽ ഇവിടെ പോകാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാനിവിടെ പോണത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണോ ഭയങ്കര ക്യൂരിയോസിറ്റി ആണോ എന്തോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഇങ്ങോട്ട് ചെന്നപ്പോൾ. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണിത്. എന്താ പറയുക, കേൾക്കണവർക്ക് കരുതും ഇത് എന്ത് ഭ്രാന്താന്ന് തോന്നും. പക്ഷേ എനിക്ക് പറയാൻ ഹിസ്റ്റോറിക്കൽ സംഭവത്തിനേലുപരി ആ സിനിമ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. എന്നെ അറിയാവുന്നവർക്കറിയാം, ഒരു 100-200 വട്ടമൊന്നും ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. എത്ര കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണത്. ആ സിനിമയിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോണത്. അതായത് ഓരോ സീൻ ഈ ഒരു പാലസിലാണ് മിക്ക സീനും ഷൂട്ട് ചെയ്തേക്കണത്. അപ്പോൾ ആ ഒരു പാലസിൻ്റെ ആ ഒരു സൈഡിലെത്തുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സിനിമ മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ ഈ ഒരു മ്യൂസിയത്തിലേക്ക് കയറിയപ്പോൾ തൊട്ട്. അപ്പോൾ അങ്ങോട്ട് കയറി അതിൻ്റെ പുറത്ത് ഭയങ്കര ഓരോ നോക്ക് ആൻഡ് കോർണറും ഭയങ്കര ഏസ്തെറ്റിക് വൈബിലാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര പോസിറ്റീവായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊരു അവധി ദിവസം എന്തോ ആയിരുന്നു, ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാ നോക്ക് ആൻഡ് കോർണറും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പൂക്കളും സംഭവമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ചെരുപ്പ് ഊരിടണം. ചെരുപ്പ് ഊരിട്ടിട്ട് വേണം നമുക്ക് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ആ ചെരുപ്പൊക്കെ ഊരി അവിടെ ഒരു ലോക്കർ കണക്കൊരു സംഭവമുണ്ട്, അവിടെ കൊണ്ടുപോയി നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോണത് പാലസിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ, ഫോട്ടോസ് എടുക്കുക, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ എന്താ പറയുക, ഉള്ളിൽ കയറി എന്തൊക്കെയോ എൻ്റെ ഹസ്ബൻഡിന് ഈ പറയണ കൂട്ട് ഈ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിനൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ആൾക്കും കണ്ടിട്ട് ഇഷ്ടമായി. ആളും ആദ്യമായിട്ട് പോണേ കാര്യം അടുത്തൊക്കെയാണ് ഹിൽ പാലസ് എങ്കിൽ ഇതുവരെ അങ്ങനെ പോകാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം. അപ്പോൾ ഇതവരെ ആ ഒരു ബാൽക്കണി കണക്ക് ഇതില്ലേ, അതാണ് കേട്ടോ. എനിക്ക് എന്തോ എൻ്റെ മൈൻഡ് വേറെ എവിടെയൊക്കെയായിരുന്നു ഇവിടെ കയറിയപ്പോൾ. അത്രക്ക് ഹാപ്പി എന്നല്ല, എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ കയറിയപ്പോൾ എനിക്കുണ്ടായത്. പിന്നെ ടിക്കറ്റ് എടുത്തപ്പോൾ ഇവിടെ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും പോയതായിരിക്കും, എന്നാലും ടിക്കറ്റ് എടുത്തപ്പോൾ 2 പേരും ഒരു ഫോണിനും നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനും കൂടിയും എന്താ പറയുക കൂട്ടിയിട്ടായിരുന്നു അവർ ടിക്കറ്റ് ചാർജ് എടുത്തു തന്നെ. അപ്പോൾ ഇത് ആ ഒരു കുളത്തിലേക്ക് പോണ ഒരു വേ ആണ് കേട്ടോ. അകത്തൊന്നും നമുക്ക് വീഡിയോസ് സംഭവമൊന്നും എടുക്കാൻ പറ്റില്ല. ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. ശരിക്കും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണേ. നല്ല തിരക്കായിരുന്നു എല്ലാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ പണ്ടത്തെ രാജാക്കന്മാരുടെ ഡ്രസ്സ്, അവർ ചെയർ, കിരീടം, ഓർണമെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്. നല്ല രസമാണ്. എനിക്ക് പോയത് വെറുതായിട്ട് തോന്നി, മാത്രമല്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അത്രയും ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. അങ്ങനെ ഇത് ആ സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും ഈ ഒരു ലൊക്കേഷൻ, മീൻസ് ഈ ഒരു സ്പോട്ടൊക്കെ
ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇത് ആ ഒരു കുളത്തിലേക്ക്, ഒരു കുളമുണ്ടല്ലോ നമ്മുടെ മണിച്ചിത്രത്താഴ്, അങ്ങോട്ടേക്ക് പോണൊരു വഴിയാണ്. പിന്നെ ആ സൈഡിലൊരു വീടുണ്ട്. ഇതൊക്കെ ആ ഒരു മൂവിയിലുണ്ട്. എനിക്ക് എങ്ങനെ ഇത് പറഞ്ഞ് തരണ്ടേന്ന് അറിയില്ല. കാരണം സന്തോഷം കൊണ്ടാണോ ഒന്നും അറിയില്ല. അത്രയും ഞാൻ എൻജോയ് ചെയ്തൊരു കാര്യമായിരുന്നു ഇവിടെ പോയതെന്ന് പറയുന്നത്. അത് മൊത്തം പ്ലാനിങ് ഇല്ലാണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളം കാണാനായിട്ടാണ് പോണത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുളം അവിടെ അത് ലോക്കായിരുന്നു. കാരണം അവിടെ എന്താ റീസൺ എന്നൊന്നും അറിയില്ല. അവിടെ കുറേ മീൻസ് കുപ്പി സംഭവമൊക്കെ എടുക്കുന്നുണ്ട്. ലോക്ക് മീൻസ് നമ്മുടെ ആ ഒരു കുളത്തിൻ്റെ അങ്ങോട്ട് പോകേണ്ട ഇത് കണ്ടോ, അത് ലോക്ക് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ പുറത്ത് നിന്ന് കണ്ടു, വീഡിയോയൊക്കെ എടുത്തു, ഞങ്ങളങ്ങനെ പോന്നു. നല്ല തിരക്കാരെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ പറയുന്നോട്ട് ഒരു അവധി ദിവസമായിരുന്നു. അത് കാരണം തന്നെ ഒരുപാട് ഫാമിലീസൊക്കെ ആയിട്ടും കുറേ പേര് വന്നിട്ടുണ്ട്. പിന്നെ പ്രായമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിനോടൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് ഒട്ടും മീൻസ് പുറത്തൊക്കെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ആയിരുന്നല്ലോ, നല്ല വെയിലായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ നടക്കാനുണ്ട്, നടന്നാണ് കാണണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് അതൊക്കെ നോക്കിയിട്ടേ വരുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അതൊട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ തന്നെ പോകണം. അപ്പം ഞാൻ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് കണ്ടൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് എവിടെയാണ്, ഇതതിൻ്റെ ബാക്ക് സൈഡ് എന്തോ ആണെന്ന് തോന്നുന്നു. മറ്റേ ഞാൻ എപ്പോഴും ഓർക്കണം, ഞാൻ LKG വെച്ച് പിക്നിക്കിന് പോയപ്പോൾ ഈ ഒരു സൈഡിൽ മറ്റേ മാനൊക്കെ ഇല്ലേ, മാൻ അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ ആയിട്ട് അതിനെയൊക്കെ ഫീഡ് ചെയ്തതൊക്കെ ഓർമ്മയുണ്ട്. മീൻസ് അവർക്ക് അവിടെ നിന്ന് എന്താ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെയും ചെന്നിട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ കരുതി ഇതൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാവുന്ന. പക്ഷേ ഇപ്പോഴതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹിൽ പാലസിൻ്റെ പിന്നിലുള്ള മ്യൂസിയം ഇതെന്താണ് അങ്ങനെയൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ ആ ഒരു സിനിമ വെച്ചാണ് ഇവിടെ പോയത് തന്നെ. ആ ഒരു സിനിമ ലൊക്കേഷൻ, സിനിമയിലുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഞാനിവിടെ പോയത് തന്നെ. അങ്ങനെ നമ്മൾ ഇറങ്ങിയുണ്ടോ, ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ മാക്സിമം ക്ലിപ്സൊക്കെ എന്തോരം ക്ലിപ്സ് എടുത്തു എന്നറിയില്ല. കാരണം ഞാൻ അവിടെ ആ ഒരു പ്ലേസ് മാക്സിമം എന്തോരം എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എന്തൊക്കെ ക്ലിപ്സ് ആഡ് ചെയ്യാൻ പറ്റിയെന്നൊന്നും അറിയില്ല. പറ്റാവുന്നതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം മീൻസ് നമുക്ക് കാണുമ്പോൾ സന്തോഷം തന്നെ ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ നിന്നിട്ട് വെറുതെ അതിൻ്റെ ഓരോരോ പണികൾ മീൻസ് ആ ഒരു അവരുടെ ബിൽഡിങ്ങിൻ്റെ വർക്കും സംഭവമൊക്കെ നോക്കി അങ്ങനെ നിന്നിട്ട് കുറേ നേരം. എന്നിട്ട് പയ്യെയാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോഴത്തേക്കും അവർ ഓരോ റൂംസായിട്ട് ക്ലോസ് ചെയ്ത് തുടങ്ങി. ഉള്ളിൽ കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. എന്ന് പറഞ്ഞാൽ നടന്നാലും തീരില്ല, അത്രയും കാര്യങ്ങൾ ഉള്ളിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും പോയതായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വന്ന ആ ഒരു വേ തന്നെയാണ്, ആ ഒരു സ്റ്റെപ്പിൽ കൂടി തന്നെയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ ഒരു കുളം നമ്മൾ ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കുളത്തിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു വഴി തന്നെ നമ്മൾ ഇറങ്ങി നേരെ പോവേണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇവിടെ ഒരു പാർക്ക് കണക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ഹിൽ പാലസ് എന്ന് പറയുക, വ്ളോഗോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു പീസ് ഓഫ് ഹാപ്പിനെസ് ഇവിടെ ഷെയർ ചെയ്തെന്നുള്ളൂ. കാരണം എത്ര പേർക്കിത് ഭ്രാന്തായിട്ട് തോന്നുമെന്നറിയില്ല. കാരണം ഈ ഒരു ചെറിയ സ്ഥലത്തിന് ഇത്ര എക്സൈറ്റ്മെൻറ്റ് വേണോ എന്നൊക്കെ തോന്നുന്നവരുണ്ടാകും. പക്ഷേ എനിക്കെന്തോ ഇത്രയും ഒരുപാട് സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയപ്പോൾ കിട്ടിയ ഒരു ഹാപ്പിനെസ് വേറെ ആയിരുന്നു. അത് ആ ഒരു സിനിമ കൊണ്ടാവാം, അല്ലെങ്കിൽ ആ സിനിമയിലെ ക്ലിപ്സ് കൊണ്ടാവാം, അറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു എന്താ പറയുക ഹിൽ പാലസ് വ്ളോഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ പോണ വഴിക്ക് ഫുഡൊന്നും കഴിച്ചില്ല, ഫുഡ് കഴിച്ചതായിരുന്നല്ലോ, ഒരു സ്പ്രൈറ്റ് വാങ്ങിയായിരുന്നു, അതൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വന്നേരെ എല്ലാവർക്കും ബൈ.